നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഇന്ത്യൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് ഒരു മാസത്തിനിടയിൽ ആദ്യമായി 55,100 മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ US വ്യാപാര ചർച്ചകളും GSTയിലുണ്ടായ മാറ്റവും ഫെസ്റ്റിവൽ സീസണുമൊക്കെയായി ബന്ധപ്പെട്ട് വിപണിയിൽ വരാൻ സാധ്യതയുള്ള നല്ല വിൽപ്പനയുമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കുതിപ്പിന് കാരണമായിരിക്കുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വന്നാൽ ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ ചർച്ചകൾ ആരംഭിച്ചത്. വ്യാപാര കരാർ ഒരു അന്തിമ രൂപത്തിലെത്തിക്കാൻ ഇരുപക്ഷവും തീരുമാനിക്കുകയുണ്ടായി. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ 2027 ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രക്കുകൾ വാണിജ്യപരമായി പുറത്തിറക്കാൻ അശോക് ലൈലാൻഡ് പദ്ധതിയിടുന്നു. സ്റ്റോക്കുകളിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയുള്ളത് 2024-25 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് അന്തിമ ലാഭവിഹിതമായി 574.35 കോടി രൂപ പവർ ഗ്രിഡ് നൽകിയിരിക്കുന്നു. പുലർച്ചെ ക്ലോസ് ചെയ്ത US വിപണിയിലേക്ക്. US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനത്തിനായി വ്യാപാരികൾ കാത്തിരിക്കുന്നതിനാൽ ചൊവ്വാഴ്ച വാൾസ്ട്രീറ്റിലെ 3 പ്രധാനപ്പെട്ട ഓഹരി സൂചികകളും ഇടിയുകയുണ്ടായി. US തൊഴിൽ വിപണി ദുർബലമാകുന്നതായി സമീപകാല റിപ്പോർട്ടുകൾ കാണിക്കുന്നതിനാൽ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി ബുധനാഴ്ച ഫെഡറൽ നിരക്കുകൾ 0.25% കുറയ്ക്കുമെന്ന് മിക്ക നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 0.83% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.72% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.72% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.23% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.68% ഉയർന്നും ക്ലോസ് ചെയ്തിട്ടുണ്ട്. US വിപണിയെ പോലെ തന്നെ യൂറോപ്യൻ വിപണികളും ഇന്നലെ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡാക്സ് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ജർമ്മൻ മാർക്കറ്റ് 1.8% ഇടിഞ്ഞു. CACയും 1% ഇടിവ് രേഖപ്പെടുത്തി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1% മുകളിൽ നേട്ടത്തിൽ $1,16,000 ട്രേഡ് ചെയ്യുന്നത്. നിരക്ക് കുറയ്ക്കലിന്റെ പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്നലെയും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. 0.2% ഉയർന്ന് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 82,080 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത്. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യൻ റിഫൈനറികൾക്ക് നേരെയുള്ള ഉക്രൈൻ ഡ്രോൺ ആക്രമണം വിതരണം കുറയ്ക്കുമെന്ന് വിപണികൾ ആശങ്കപ്പെടുന്നതിനാലും ഇന്ന് നടക്കാനിരിക്കുന്ന US സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾക്ക് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.5%, WTI ഫ്യൂച്ചേഴ്സ് 1.9% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലെ നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞത് വളരെയേറെ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞത് വളരെയേറെ ഹെൽപ്ഫുള്ളായി എന്ന രീതിയിൽ നമുക്ക് മെസ്സേജുകൾ വന്നിരുന്നു. വളരെ സന്തോഷം. എന്തായാലും വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഒരു കാര്യവും അപ്രധാനമല്ല, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 55% ഡിസ്കൗണ്ടോടുകൂടി ഒരു ഫെസ്റ്റിവൽ ഓഫർ കൂടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നലെയാണ് ആരംഭിച്ചത്. പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദക്ഷിണ മധ്യ ഏഷ്യയിലേക്കുള്ള അസിസ്റ്റന്റ് US വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിജിന്റെ നേതൃത്വത്തിലുള്ള US അംഗവും രാജേഷ് അഗർവാൾ, അതായത് പ്രത്യേക സെക്രട്ടറി ആൻഡ് ചീഫ് നെഗോഷിയേറ്റർ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവുമാണ് ഈ ചർച്ചകൾ മുന്നിൽ നിൽക്കുന്നത്. 2025 നവംബറിൽ ലക്ഷ്യമിട്ടുള്ള BTA ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഫലപ്രദമാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ആദ്യം ജിൻഡാൽ സ്റ്റീൽ. ത്രൈസൺ ഗ്രൂപ്പിൻ്റെ യൂറോപ്യൻ സ്റ്റീൽ ബിസിനസ് വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടത്തി വരികയാണ്. അവരുടെ ഗ്രീൻ പദ്ധതികളെ പിന്തുണയ്ക്കാനും അവർ പദ്ധതിയിടുന്നു. മറ്റൊരു കമ്പനി ജയപ്രകാശ് അസോസിയേറ്റ്സ് ആൻഡ് PNC ഇൻഫ്രാടെക് എന്ന കമ്പനിയാണ്. പാപ്പരത്തത്തിലായ ജയപ്രകാശ് അസോസിയേറ്റ്സിനെ PNC ഇൻഫ്രാടെക് ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അടുത്തത് ആക്സോ നോബൽ ഇന്ത്യ എന്ന കമ്പനിയാണ്. ആക്സോ നോബൽ ഇന്ത്യയിലെ 75% വരെ ഓഹരികൾ വാങ്ങാൻ JSW പെയിൻസിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അടുത്തത് ഏഞ്ചൽ വൺ എന്ന കമ്പനിയാണ്.
ലീവ്വെല്ലുമായി ഒരു പുതിയ സംരംഭത്തിലൂടെ കമ്പനി ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഏഞ്ചൽ വൺ 104 കോടി രൂപ നിക്ഷേപിക്കുകയും 26% ഓഹരികൾ കൈവശം വയ്ക്കുകയും ചെയ്യും. അടുത്ത റെയിൽടെല്ലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സർക്കാർ പദ്ധതികൾക്ക് കീഴിൽ സ്മാർട്ട് ക്ലാസ് മുറികളും ICT ലാബുകളും സ്ഥാപിക്കുന്നതിന് ബീഹാറിൽ 163 കോടിയിലധികം മൂല്യമുള്ള ഓർഡറുകൾ കമ്പനി നേടി. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ബിഗിനേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കോഴ്സാണിത്. ഇതിൽ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെക്കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകളെക്കുറിച്ച്, കൂടാതെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വീണ്ടും നെറ്റ് ബയ്യേഴ്സ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. 308 കോടി രൂപയ്ക്കാണ് അവർ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. DIS ആവട്ടെ 1519 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ബയ്യേഴ്സായി മാറുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏഷ്യൻ വിപണിയിലേക്ക് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഇന്ന് വൈകുന്നേരമാണ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.20% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.29% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.94% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.45% ഇടിവിൽ. കോസ്പി മാർക്കറ്റാണ് വലിയ നഷ്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. 1.10% കനത്ത നഷ്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 0.19% നേട്ടത്തിലാണ്. ഏകദേശം 50 പോയിൻറ്റ്സ് അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 മുതൽ 45 പോയിൻറ്റ്സിൻ്റെ ഒരു നല്ല ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 25,239 170 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ച് പറഞ്ഞതിൽ നിഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞത് കൃത്യമായി തന്നെ അതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. വെള്ളിയാഴ്ചത്തെ ഗ്രീൻ ക്യാൻഡലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ 25,233 ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 25,239 ഇന്നലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക. ഇനി അപ്സൈഡിലെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആവാൻ ഇനി സാധ്യതയുള്ളത് 24,407 തന്നെയാണ്. അതിന് ഇന്നലത്തെ ഹൈക്ക് മുകളിലായിട്ടൊരു ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 25,261 ഇനി ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും കൂടിയാണ്. ഇനി നിഫ്റ്റിയിൽ 25,410 ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,550 പിന്നെ ജൂൺ മാസത്തെ ഹൈ ആയിട്ടുള്ള 25,669 പിന്നെ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ RSI ഇപ്പോൾ ഉള്ളത് 64 MACDയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. നല്ല സൂചനകൾ തന്നെയാണിത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്ക് ആയിട്ടുള്ള 25,250 1615% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ പക്ഷേ വെറും 236% വർധനവ്, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,200 സ്ട്രൈക്കിൽ 1216% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 29% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,300 സ്ട്രൈക്കിൽ 242% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 12% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,250 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,200 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,148 260 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000 ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇന്നലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് തന്നെ ഒരു ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെയാണ്. ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 56,120 നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എന്നിരുന്നാലും ഇന്നലെ 50 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിച്ചത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ബാങ്ക് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞതാണ്,
ഡൗൺ സൈഡിലെ ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അവിടെ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഇത്തവണയും ഒരു ബൗൺസ് ബാക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ഒരു സ്വിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇനി ഫെസ്റ്റിവൽ ഓഫറുമായി ബന്ധപ്പെട്ട് 55% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.